എല്ലാവർക്കും സ്വാഗതം. ജീവിതം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് തൊട്ടുമുൻപ് എന്തിനാണ് ആദ്യം നമ്മളെ തകർക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷേ ഈയൊരു ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ചോദ്യം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കരിയറിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലാവാം. വലിയ തിരിച്ചടികൾ നേരിടുമ്പോൾ എന്തിന് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈയൊരു വാചകമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ എല്ലാം കാതൽ. അതായത്, വലിയൊരു പ്രതിഫലം കിട്ടുന്നതിനുമുമ്പ് ഒരുതരം ശുദ്ധീകരണം ആവശ്യമാണെന്നുള്ള ആശയം. ഇതൊരു ശിക്ഷയല്ല, മറിച്ച് ഒരു വലിയ കാര്യത്തിനായുള്ള തയ്യാറെടുപ്പാണ്. അതെ, നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. അനുഗ്രഹം തുടങ്ങുന്നത് തകർച്ചയിൽ നിന്നാണ്. അപ്പോ ഈ വരുന്ന കഷ്ടപ്പാടുകളെ ഒരു ശിക്ഷയായി കാണാതെ നമ്മളെ ഒരുക്കുന്നൊരു പ്രക്രിയയായി എങ്ങനെ കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നല്ല പ്രതിഫലം കിട്ടാൻ, ആളുകളുടെ പ്രശംസ കിട്ടാൻ, കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറാൻ, അല്ലേ? പക്ഷെ നമുക്ക് ആദ്യം കിട്ടുന്നതെന്താ? കടുത്ത എതിർപ്പുകൾ, സഹിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടുകൾ, പിന്നെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു നീണ്ട പ്രോസസ്സ്. നമ്മുടെ പ്രതീക്ഷയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇതിന് പിന്നിലെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ വിജയത്തിന്റെ ആ ഭാരം താങ്ങണമെങ്കിൽ നമ്മുടെ സ്വഭാവം ആദ്യം തീയിൽ പരീക്ഷിക്കപ്പെടണം. വലിയ അനുഗ്രഹങ്ങൾ അതിന് തയ്യാറാവാത്ത ഒരാൾക്ക് കിട്ടിയാൽ ഒരുപക്ഷേ അതവരെ നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളെ കത്തിക്കാനല്ല, ശുദ്ധീകരിക്കാനാണ് ആ തീ ആദ്യം വരുന്നത്. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ തകർക്കൽ എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു ശത്രുവിനെ പോലെയാണ് കാണാറ്. പക്ഷേ ഈ ആശയം അതിനെ മൊത്തത്തിൽ മാറ്റുകയാണ്. ഇതൊരു ശാപമല്ല, മറിച്ച് നമ്മുടെ അഹങ്കാരത്തെയും എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള മിഥ്യാബോധത്തെയും തകർക്കാൻ വരുന്നൊരു മെന്ററാണ്. അങ്ങനെ തകർന്നാൽ മാത്രമേ നമ്മളെ പുതിയൊരാളായി വാർത്തെടുക്കാൻ പറ്റൂ. ഒരു വിത്തിന്റെ ഉദാഹരണം ഒന്ന് ആലോചിച്ചു നോക്കൂ. പുതിയൊരു ജീവിതം തുടങ്ങണമെങ്കിൽ അതിരുട്ടിലും ഒരുതരം മരണത്തിലും കൂടിയുള്ള ഒരു ഘട്ടം അത്യാവശ്യമാണെന്ന് ഇത് കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ ആ വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന അവസ്ഥ പോലെയാണ്. ആ ഇരുട്ടിൽ നിന്നാണ് പുതിയൊരു ജീവിതം മുളപൊട്ടുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. അതായത്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ പോരാട്ടവും അതിനെ അതിജീവിക്കാൻ വേണ്ട മാനസികാവസ്ഥയും. സാധാരണയായി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ ചോദ്യം നമ്മളെ ഒരു ഇരയുടെ സ്ഥാനത്ത് നിർത്തും, ആ വേദനയിൽ തന്നെ കുടുക്കിയിടും. എന്നാൽ ആ പഴയ ചോദ്യം മാറ്റി ഈ ചോദ്യം ചോദിക്കുന്ന നിമിഷം തന്നെ എല്ലാം മാറും. ഇത് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ തരുന്ന, നമുക്ക് ശക്തി തരുന്ന ഒരു ചോദ്യമാണ്. ഈ കാഴ്ചപ്പാടിലെ മാറ്റം അത്രയും വലുതാണ്. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. പോസിറ്റീവായി ചിന്തിക്കുക എന്നത് വെറുമൊരു തോന്നലല്ല, അതൊരു ഉറച്ച തീരുമാനമാണ്. ഓരോ പ്രതിസന്ധിക്കുള്ളിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. കാരണം ആ തകർച്ചയുടെ സമയത്ത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഈ പ്രക്രിയയുടെ ഫലമായി നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ കരുത്തരാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇത് നിങ്ങളെ തകർക്കുകയല്ല, മറിച്ച് വാർത്തെടുക്കുകയാണ്. പലപ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ താൽക്കാലികമായ ആശ്വാസമാണ് തേടുന്നത്. പക്ഷേ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ശക്തി സ്ഥിരമാണ്. അത് നമ്മുടെ സ്വഭാവത്തിന്റെ തന്നെ ഭാഗമായി മാറും. ആശ്വാസം ഒരു ഒഴിച്ചോട്ടമാകുമ്പോൾ ശുദ്ധീകരണം ഒരു പുതിയ മാറ്റമാണ്. അപ്പോ എന്താണ് ഈ ശുദ്ധീകരണം? അത് ഈ തകർച്ചയുടെ യഥാർത്ഥ ലക്ഷ്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന, പിന്നീട് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു തരം കരുത്താണ്. ഭയത്തിനോ സംശയത്തിനോ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കോ പിന്നീട് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ആശയം വളരെ ശക്തമാണ്. ഇത് സഹതാപത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് പുതിയതും കൂടുതൽ ശക്തമായ ഒരടിത്തറ പണിയുന്നതിനെക്കുറിച്ചാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് രക്ഷിക്കുന്നതിലല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വയം പുനർനിർമ്മിക്കുന്നതിലാണ് കാര്യം. അപ്പോ അവസാനമായി എന്താണ് ആ യഥാർത്ഥ പ്രതിഫലം? എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന് തയ്യാറാകുന്നത്? നമുക്ക് നോക്കാം. ഈ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില ഗുണങ്ങളാണ്. ആശയക്കുഴപ്പങ്ങളെ ഇല്ലാതാക്കുന്ന വ്യക്തത, ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാനുള്ള ശക്തി, ഒരിക്കലും ഇളക്കം തട്ടാത്ത ഒരു ലക്ഷ്യബോധം, സാഹചര്യങ്ങൾ എന്തായാലും നമ്മളെ ബാധിക്കാത്ത ഒരു തരം സമാധാനം. ഇവയാണ് യഥാർത്ഥ സമ്പത്ത്. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അതിജീവിച്ചവർക്ക് മാത്രമേ നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. കാരണം അവരുടെ അടിത്തറ അത്രയധികം ശക്തമായിരിക്കും. ഈ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നിയന്ത്രണം പൂർണ്ണമായും നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. അനുഗ്രഹം പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, മറിച്ച് അത് താങ്ങാൻ കഴിവുള്ളൊരാളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളിലേക്കെത്തുന്ന ഒന്നാണ്.
ആ തകർച്ച നിങ്ങളെ ആ വ്യക്തിയാക്കി മാറ്റുകയായിരുന്നു